ദൃശ്യങ്ങളിൽ കാണുന്ന BJP നേതാക്കളാണ്. അവർ ഇപ്പോൾ ഇതിനുശേഷം ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം ഇവിടെ എത്തിയവരാണ്. പ്രതിഷേധിക്കുമെന്ന് ഹലോ, നിങ്ങൾക്ക് ഇത് വിവരം കിട്ടിയിരുന്നോ? പോലീസ് അറസ്റ്റായി എന്ന കാര്യത്തിൽ എങ്ങനെയാണ് സ്ഥിരീകരണം കിട്ടിയത്? നമുക്ക് പോലീസ് വിവരം കിട്ടി. എന്താ എവിടുന്നാ അറസ്റ്റായത്? മനസ്സിലായതായിട്ടുള്ള വിവരം ഔദ്യോഗികമായിട്ട് ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ പോലീസ് ഇതുപോലുള്ള ഒരു പീഡകനെ എന്താ പറയാ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് എനിക്ക് സംശയിക്കുന്നത്. ഞങ്ങൾ സംശയിക്കുന്നു, ഞങ്ങൾ അഗാധമായി സംശയിക്കുന്നു. പോലീസ് ഇവരെ സംരക്ഷിക്കുന്ന നിലപാടാണ്. ഒരു നാടകമാണ് ഈ കോടതിക്ക് മുമ്പിൽ പോലീസ് നടത്തിയ ഒരു നാടകമാണ്. അല്ല, അവരൊരു സംഘർഷ സാധ്യത ഉണ്ടാവില്ലേ? നിങ്ങളിപ്പോ തീർച്ചയായിട്ടും ഇൻക്വയറി വന്നാൽ തീർച്ചയായിട്ടും തടയും. പോലീസ് അറസ്റ്റ് ചെയ്യണം. ഇതുപോലെ പീഡകനെ കോടതിയിൽ ഹാജരാകാൻ അനുവദിക്കുന്നത് മര്യാദയല്ല. ഒരു നിയമം പാലിക്കേണ്ട പോലീസ് പോലും അദ്ദേഹത്തെ അതിന്റെ അകത്തേക്ക് കടത്തിവിടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇത് ജനാധിപത്യത്തോടും അതുപോലെ തന്നെ സ്ത്രീ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. ഇത് തീർച്ചയായും ഇവർ പറയുന്നത് പ്രതിഷേധിക്കാൻ തന്നെ എത്തിയതെന്നാണ്. അത്രത്തോളം ആളുകൾ BJP പ്രവർത്തകരാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇതിൽ കുറച്ച് ആളുകൾ രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ്. പോലീസിന്റെ പദ്ധതി മാറ്റിയിരിക്കുന്നു. കോടതിയുടെ ഗേറ്റ് അത് അടച്ചിരിക്കുന്നു. അകത്തുള്ള ആളുകളെല്ലാം പുറത്തേക്ക് മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് ഒരു ബസ്സും അതുപോലെ തന്നെ ഒരു ജീപ്പും ഒഴികെ ബാക്കിയെല്ലാം ഇവിടെ നിന്നും തിരിച്ചു പോയിരിക്കുന്നു. ഇനി എന്താണ് പോലീസിന്റെ പദ്ധതി എന്നറിയണം. ഇതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇനി ലഭിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനം അതുതന്നെയാണ്. ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. എവിടെ വെച്ച് അറസ്റ്റിലായി, ഇനി കീഴടങ്ങിയതാണോ, അത്തരം കാര്യങ്ങൾ പോലീസിന് കീഴടങ്ങിയതാണോ, അത്തരം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്.